റഷ്യയുടെ ഒരു കാർഗോ കപ്പലിനെ അടുത്തിടെ അമേരിക്ക പിടിച്ചെടുത്തതായി ഒരു വാർത്ത വന്നിരുന്നു. ഇതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാൾ സ്ട്രീറ്റ് ജേർണൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ ഒരു സംഭവത്തിന് മുൻപ്, അതായത് കപ്പലിനെ പിടിച്ചെടുക്കുന്നതിന് മുൻപ് വന്ന ഒരു വാർത്തയാണ്. ആ ടാങ്കറിനെ സംരക്ഷിക്കാനായി റഷ്യ അവരുടെ അന്തർവാഹിനിയെ അയച്ചു എന്നൊരു വാർത്ത. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിൽ ഏതാണ് സത്യം? ഇതിൽ ആദ്യം പറഞ്ഞ ആ വാർത്ത, അമേരിക്ക റഷ്യയുടെ ഈ ഒരു കപ്പലിനെ പിടിച്ചെടുത്തു എന്ന വാർത്ത. ഈ വാർത്തയുടെ കൂടെ തന്നെ അമേരിക്ക മറ്റൊരു കപ്പലിനെയും പിടിച്ചെടുത്തു, കരീബിയൻ കടൽ പ്രദേശത്ത് വെച്ച് മറ്റൊരു കപ്പലിനെയും പിടിച്ചെടുത്തു എന്നൊരു വാർത്ത വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ സബ്മറൈൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണോ കള്ളമാണോ? എന്തിനു വേണ്ടിയാണ് റഷ്യക്കെതിരെയുള്ള ഒരു നടപടി ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത്? ഇത് എത്രത്തോളം അമേരിക്കയുടെ ഗ്ലോബൽ ഡോമിനൻസിനെ കാണിക്കുന്നു? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്ക, റഷ്യ. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഈ രണ്ട് വിഭാഗത്തിനും ഇടയിൽ ബന്ധം ഒരു പരിധിവരെയും നോർമലൈസ് ആകുന്നതൊക്കെ നമുക്ക് പുറമെ കാണാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ ഈ കപ്പലിനെ പിടിച്ചെടുത്തതിന് പിന്നാലെ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് അമേരിക്ക എടുത്തിരിക്കുകയാണ്. കപ്പലിന്റെ പേര് ബെല്ല ഉണ്ടെന്നാണ്. ഇതുകൂടാതെ ഇതിന് മെറീനിയർ എന്നൊരു മറ്റൊരു പേരുമുണ്ട്. ഇത് ആരുടെ കപ്പലാണ്, ഏത് രാജ്യത്തിന്റെ കപ്പലാണ്, ഇങ്ങനെയുള്ള കൃത്യമായ ഒരു ഐഡന്റിഫിക്കേഷൻ ഇതുവരെയും അമേരിക്ക കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് ഏത് രാജ്യത്തിൽ നിർമ്മിച്ച കപ്പലാണ്, ഏത് രാജ്യത്താണ് ഇത് രജിസ്റ്റർ ചെയ്തത്, അവസാനമായി കപ്പലിലുണ്ടായിരുന്ന ഫ്ലാഗ്സ്, അതായത് ഇപ്പോൾ വെനിസ്വേല, റഷ്യ, ഇങ്ങനെ പല രാജ്യങ്ങളിൽ ഈ കപ്പൽ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ ഒരു ഐഡന്റിഫിക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അവസാനമായി ഡിസംബർ മാസം 24 ഈ ഒരു കപ്പൽ തന്റെ ഐഡന്റിറ്റി റഷ്യയുമായി ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യയ്ക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായി, റഷ്യയുടെ കമ്പനികൾക്കായി പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു ഐഡന്റിറ്റി ഇത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഡാറ്റ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് റഷ്യയുടെ ഒരു കപ്പലാണ് എന്ന ഒരു രീതിയിലായിരിക്കും വരിക. ഡിസംബർ മാസം 24 വെനിസ്വേലയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ആ ഒരു പ്രദേശത്തിനടുത്തേക്ക് ഇത് വരുമ്പോൾ അമേരിക്കയുടെ നാവൽ ബ്ലോക്കേഡ് കഴിഞ്ഞു പോകാൻ ശ്രമിക്കുകയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വീണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തെ നോക്കി ഈ കപ്പൽ അതിൻ്റെ യാത്ര തുടങ്ങി. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനകം ഞാൻ പറഞ്ഞിരുന്നു, 5 കപ്പലുകളോളം വെനിസ്വേല കടൽ പ്രദേശത്ത് നിന്നും അമേരിക്കയുടെ ബ്ലോക്കേഡ് മറികടന്ന് റഷ്യയിലേക്ക് യാത്ര ചെയ്തതായി ഒരു വാർത്ത വന്നിരുന്നു. അതിൻ്റെ ഒതന്റിസിറ്റി ഇപ്പോഴും പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ 5 കപ്പലില്ലെങ്കിലും കുറഞ്ഞ കപ്പലെങ്കിലും പോയിരിക്കാം എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അവിടെ വാർത്തയായി പുറത്തുവിട്ടത്. അതുപോലെ തന്നെ അതേ കാറ്റഗറിയിൽ ഇത് വെനിസ്വേലയിൽ നിന്നും തിരിച്ചതായി വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്നും വെനിസ്വേലയിലേക്ക് വരുന്ന വഴിയിൽ ഈ നാവൽ ബ്ലോക്കേഡിനുള്ളിലേക്ക് കടക്കാതെ തിരികെ രക്ഷപ്പെട്ടു പോയതായി വാർത്ത വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും അമേരിക്കയുടെ നിരീക്ഷണ വലയത്തിനുള്ളിൽ ഈ കപ്പൽ വന്നിട്ടുണ്ട്. അതിനെ അവർ വിരട്ടാനും തുടങ്ങുന്നു. ഡിസംബർ മാസം 24 തുടങ്ങി, തുടർന്ന് അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. വെനിസ്വേല പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു പ്രശ്നം വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. റഷ്യയുടെ ഫോറിൻ മിനിസ്ട്രി ജനുവരി മാസം 6 ഔദ്യോഗികമായി ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ, ഞങ്ങളുടെ കപ്പൽ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രാജ്യത്തിലേക്ക് എണ്ണ കൊണ്ടുവരുന്ന കപ്പലിനെ അമേരിക്ക തുടർന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ചില കപ്പലുകൾക്കെതിരെയുള്ള നടപടികൾ എടുക്കാൻ പോകുന്നതായും ഞങ്ങൾക്ക് വാർത്ത വന്നിട്ടുണ്ട്. തീർച്ചയായും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിനെ ഞങ്ങൾ കർശനമായി എതിർക്കുന്നു, ശാസിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു വാർത്ത അവിടെ അവസാനിച്ചു. അപ്പോൾ റഷ്യക്ക് കപ്പലുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇതിലൂടെ മനസ്സിലായി. എന്നാൽ ഇത്രയും ദിവസം കണ്ണടച്ചുകൊണ്ടിരുന്ന ഈ ഒരു അമേരിക്ക ഈ ഒരു കപ്പലിനോട് അടുത്തപ്പോൾ കപ്പലിനെ വാട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇതിനു മുൻപ് ആന്റി ടെററിസം ഓപ്പറേഷൻസ് ഒരുപാടിടങ്ങളിൽ ചെയ്തപ്പോഴെല്ലാം ഈ പൈററ്റ്സിനെതിരെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും വളരെ എളുപ്പത്തിൽ കപ്പലിനുള്ളിലേക്ക് കയറി സുരക്ഷാ സേനയൊക്കെ കയറും. എന്നാൽ അമേരിക്ക ഈ ഒരു കപ്പലിനെ സർവൈലൻസിൽ വെച്ചിരുന്നു. പക്ഷേ ഇതിനെ അബോർട്ട് ചെയ്യാനുള്ള ഏതൊരു ശ്രമവും അവർ എടുത്തിട്ടില്ല. 24 മണിക്കൂറും ഈ ഒരു കപ്പലിനെ അവർക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ റെഗുലറായി ഡെയിലി കപ്പൽ എവിടെ പോകുന്നു, എത്ര വേഗത്തിൽ പോകുന്നു, ഒരുപാടിടങ്ങളിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ കപ്പലുള്ള ക്യാപ്റ്റനുമായി സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ക്യാപ്റ്റൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം സംഭവിച്ചത്, ഇന്നലെ വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു വാർത്ത പുറത്തു വന്നു. റഷ്യ അവരുടെ ഫ്ലീറ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അന്തർവാഹിനിയെ ഈ കപ്പലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അയക്കാൻ പോകുന്നുവെന്ന്. ഇങ്ങനെ ഈ കപ്പലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അയക്കുന്നത് കൊണ്ട് വലിയൊരു എസ്കലേഷൻ അറ്റ്ലാന്റിക് കടൽ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് വലിയൊരു സംഘർഷം, രണ്ട് വിഭാഗത്തിനും ഇടയിലുള്ള ഒരു വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ വാർത്ത പുറത്തുവിട്ടു. ഈ വാർത്ത പുറത്തുവിട്ടവർ പറയാത്തൊരു കാര്യമുണ്ട്. അത് ഏത് തരത്തിലുള്ള അന്തർവാഹിനിയാണ് അകത്തേക്ക് പോയത്, എന്തിനു വേണ്ടി ഈ കപ്പലിന് പിന്നാലെ വരുന്നു, ഇതൊന്നും അവർ പറഞ്ഞില്ല.
ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഈ റഷ്യയുടെ കപ്പലായി പറയപ്പെടുന്ന ഈ ബെല്ലവൺ അതിനെ അമേരിക്ക പിടിച്ചെടുത്തുവെന്ന്, അറ്റ്ലാന്റ് കടൽ പ്രദേശത്തിനടുത്ത് വെച്ച് പിടിച്ചെടുത്തുവെന്ന വാർത്ത പുറത്തു വന്നു. യൂറോപ്യൻ കമാൻഡിന്റെ കൺട്രോളിന് കീഴിൽ വരുന്ന പ്രദേശമായതിനാൽ ഈ ഓപ്പറേഷൻസ് യൂറോപ്യൻ കമാൻഡാണ് അവിടെ നടത്തിയത്. അതിന്റെ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കപ്പൽ സേന കപ്പലിനുള്ളിലേക്ക് കടക്കുന്നതും അങ്ങനെയുള്ള ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരീബിയൻ കടൽ പ്രദേശത്ത് വെച്ച് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിന്റെ മറ്റൊരു കപ്പലിനെ പിടിച്ചെടുത്തുവെന്നും പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളും അരമണിക്കൂറിനുള്ളിലാണ് സംഭവിച്ചത്. ഇപ്പൊ 10 മണിക്ക് ഒരു കപ്പലിനെ പിടിച്ചെടുത്തെങ്കിൽ 10:25 അല്ലെങ്കിൽ ഒരു 10:30-ക്കുള്ളിൽ അടുത്ത കപ്പലിനെ പിടിച്ചെടുത്തു. അരമണിക്കൂറിൽ ഈ 2 കപ്പലിനെയും പിടിച്ചെടുത്തു എന്ന വാർത്ത വലിയ രീതിയിൽ പടരാൻ തുടങ്ങി. എന്നാൽ ഇന്ന് വരെയും ഈ അന്തർവാഹിനിയെക്കുറിച്ചുള്ള യാതൊരു വാർത്തയും പുറത്തു വന്നില്ല. എനിക്ക് തോന്നുന്നത് റഷ്യ ഈ അന്തർവാഹിനിയെ അയക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കപ്പലിനെ പിടിച്ചെടുക്കാനുള്ള ഒരു കാരണമായി ഇങ്ങനെ ഒരു വാർത്ത അമേരിക്ക പുറത്തുവിട്ടതായിട്ടാണ്. കാരണം എംടി ടാങ്കറാണത്. അമേരിക്കയും അതാണ് പറഞ്ഞത്. അപ്പോൾ ആ ടാങ്കറിൽ മറ്റൊന്നും കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. അകത്ത് ക്രൂഡ് ഓയിൽ എടുത്തു കൊണ്ടുപോകാം, ഓയിൽ സപ്ലൈസ് എടുത്തുകൊണ്ടൊക്കെ പോകാം. പക്ഷേ സിൽവർ പോലുള്ള ഈ സാധനങ്ങളൊന്നും ഈ കപ്പലിൽ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഫംഗ്ഷൻ വേറെ, ഈ കാർക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളുടെ ഫംഗ്ഷൻസ് വേറെയാണ്. പറയാൻ പറ്റില്ല. ഇതിനുള്ളിലും വാല്യൂബിൾ ഐറ്റംസ് ഒരു പക്ഷേ വെനസ്വേലയിൽ നിന്നും റഷ്യയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. അപ്പോൾ ഈ കപ്പലിനെ പിടിച്ചെടുത്തത് വലിയൊരു വാർത്തയായി ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. 1982 കൊണ്ടുവന്ന UN സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ട്. ഈ കപ്പൽ സുരക്ഷ, അന്താരാഷ്ട്ര അതിർത്തിയിൽ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്കെതിരെ നടപടികളൊന്നും എടുക്കാൻ പാടില്ല, അവിടെ സുരക്ഷ ഏർപ്പെടുത്തണം. ഇങ്ങനെയുള്ള ചില റെസൊല്യൂഷൻസ് ഒക്കെ അമേരിക്ക ഇപ്പോൾ ലംഘിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്ക ഇതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നറിയണ്ടേ? ഞാൻ വെനസ്വേലയിൽ ഇങ്ങനെ സാങ്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ സാങ്ഷൻസിനെതിരെ പ്രവർത്തിക്കുന്ന കപ്പലുകൾ എല്ലാം അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കപ്പലുകളെല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്. കൂടാതെ സാങ്ഷൻസ് ഒക്കെ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഭാഗം അനുസരിച്ച് അവരുടെ സെക്യൂരിറ്റിക്ക് പ്രശ്നം, അതുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് അവർ വാദിക്കുന്നു. ശരിയായിരിക്കാം, അത് അവരുടെ രാജ്യത്തിന്റെ പ്രശ്നം. എന്നാൽ ഇതേ പ്രശ്നം നാളെ ചൈനയും ചെയ്യും. ഇപ്പൊ നാളെ ഇന്ത്യയുടെ ഒരു കപ്പൽ വരുന്നു എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഒരു കപ്പൽ. ആ ഒരു കമ്പനി ഒരു പക്ഷേ ചൈന നിരോധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യുക? ഞാൻ നിരോധിച്ച ഒരു കമ്പനി അല്ലെങ്കിൽ ഞാൻ സാങ്ഷൻ നൽകിയ ഒരു കമ്പനിയിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കപ്പലിനെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലിനെയോ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഗ്രീൻ സിഗ്നലാണ് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ സാധാരണയായി തോന്നാം. പക്ഷേ ഓരോ രാജ്യവും ഈ ഒരു നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഇതേ അമേരിക്ക തീർച്ചയായും ഇവിടെ അപലപനം അറിയിക്കും. ഇത് അമേരിക്കയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ആണ്. 2022 റഷ്യയ്ക്ക് വലിയ ഒരു ഷാഡോ നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ 2025 അവസാന സമയത്ത് കുറഞ്ഞത് 1200 കപ്പലുകൾ, 1200 ഓയിൽ കാർഗോസ് കൊണ്ടുപോകുന്ന കപ്പലുകൾ റഷ്യയുടെ പക്കലുള്ളതായി ഒരു എസ്റ്റിമേഷൻ ഉണ്ട്. ഇത് എത്രത്തോളം വലിയൊരു കൊമേഴ്ഷ്യൽ ഫ്ലീറ്റ് ആണെന്ന് അറിയണ്ടേ? യൂറോപ്യൻ യൂണിയനിലുള്ള പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ, വീണ്ടും അടുത്ത് ഒരു 4-5 രാജ്യങ്ങളെ ചേർത്താൽ പോലും അവരുടെ പക്കലുള്ള ഒഫീഷ്യൽ കപ്പലുകൾ പോലും ഇത്രത്തോളം ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ 1200 കപ്പൽ ഇതുവരെയും റഷ്യ പുറം ലോകത്തിന് തുറന്നു കാണിച്ചിട്ടില്ല. ഇത് ഏത് കടലിലാണുള്ളത്, ഏത് രാജ്യത്തേക്കാണ് യാത്ര ചെയ്യുന്നത്, ഏത് രാജ്യത്തിന്റെ ഐഡന്റിറ്റിയിൽ പോകുന്നു, ഇതൊന്നും തന്നെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിനെ കൊണ്ട് ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. 112 കപ്പലുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ അവസാനമായി ഈ രാജ്യത്ത് ഫേക്കായ ഒരു ഐഡന്റിറ്റിയോടുകൂടി ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 112 കപ്പലുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 112 കപ്പലുകളെ ഇപ്പോഴും അവരെ കൊണ്ട് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഷാഡോ ഫ്ലീറ്റിന്റെ പവർ വെച്ചാണ് ഇറാൻ അല്ലെങ്കിൽ റഷ്യയും അവരുടെ ക്രൂഡ് കൊണ്ടുപോയി മറ്റു രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്ത്യക്ക് നൽകുക, ചൈനയ്ക്ക് നൽകുക, ഇങ്ങനെ ഇത്ര വലിയൊരു നെറ്റ്വർക്ക് തന്നെ അവ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയെ കൊണ്ട് കണ്ടെത്താനേ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ദിവസം 2 കപ്പലിനെ പിടിച്ചെടുത്തു എന്ന വാർത്ത അതൊരു വലിയ വിജയമായി തന്നെ അവർ കാണുകയാണ്. ഈ ഷാഡോ ഫ്ലീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ട്രാക്ക് ചെയ്യുക സാധാരണ കാര്യമേ അല്ല. കാരണം ഇപ്പോൾ തറവഴി പോകുന്നതിനെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ടോൾ ഗേറ്റ് സിസ്റ്റം ഉണ്ട്. റോഡിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈസിയായി ട്രാക്ക് ചെയ്യാൻ കഴിയും. എയർ ട്രാഫിക് പോലും നമുക്ക് ഒരു പരിധിവരെയും കണ്ടെത്താം. എന്നാൽ ഇത്ര വലിയൊരു കടൽ പ്രദേശത്ത് അതിൽ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ, അതിൻ്റെ ഡാറ്റ, അത് ഏത് രാജ്യത്തിൻ്റേത്, അകത്ത് എന്താണുള്ളത്, ഇതൊക്കെ വെരിഫൈ ചെയ്ത് അവസാനിപ്പിക്കുക, ട്രാക്ക് ചെയ്യുക എന്നത് അത്ര സാധാരണ കാര്യമേ അല്ല. അപ്പോൾ അത് മനസ്സിലാക്കി പ്രോപ്പറായി അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുന്ന റഷ്യ ഇത്ര ദിവസവും അതിലൂടെ ലാഭം കണ്ടെത്തിക്കൊണ്ടിരുന്നു. പക്ഷേ 2 കപ്പലുകളെ പിടിച്ചെടുത്തു എന്നുള്ളത് റഷ്യയ്ക്ക് അത്ര വലിയ രീതിയിൽ ഹേർട്ട് ആകില്ല. പക്ഷെ അത് എപ്പോൾ ഹേർട്ടാകും എന്നറിയണ്ടേ? തുടർന്ന് ഇതുപോലെ റഷ്യയുടെ കപ്പലുകളെ ഈ ഷാഡോ ഫ്ലീറ്റിനെതിരെ അമേരിക്ക പ്രവർത്തിക്കുമ്പോൾ, ഇതിനെതിരെയുള്ള ആക്രമണങ്ങൾ അമേരിക്ക ആരംഭിക്കുമ്പോൾ തീർച്ചയായും റഷ്യയ്ക്ക് അത് ഹേർട്ടാകും.
ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.